എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്ര വാശി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ജനം എങ്ങനെ ഇങ്ങനെ ഉരുണ്ടുകൂടി എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ നാടിനെ ഒന്നായി കാണേണ്ട ഒരു വിഭാഗം ഈ രാജ്യത്തിൻ്റെ മതേതര സംവിധാനത്തിന് ഞങ്ങളാണ് ശക്തമായി നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ അത് തെളിയിക്കുക കൂടി ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ ഭാഗത്തിൽ നിന്ന് പാടെ പോയി എന്ന് മാത്രമല്ല, വളരെ വൈകാരികമായിട്ട് വർഗീയത കൊണ്ട് മാത്രം അധികാരത്തിലെത്താൻ എന്ത് മാർഗം എന്ന് പല തരത്തിലുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്തം വിടുകയാണ് നമ്മൾ കേൾക്കുമ്പോൾ. പലരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ തന്നെയാണോ നമ്മൾ മുമ്പ് കണ്ട മനുഷ്യൻ എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിധം കാര്യങ്ങൾ മാറി മറിയണം. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം. ഇത് കേരളമാണ്. നമ്മൾ ഈ അങ്ങാടിയിൽ, പെരുമുഖം അങ്ങാടിയിൽ, ഇവിടെ മുഹമ്മദും പോക്കരും ഭാസ്കരനും ഒക്കെ അങ്ങാടിയിൽ നിന്ന് ഒരു ചായ വാങ്ങി 2ആക്കി 3ആക്കി കുടിച്ച് നാട്ടിൽ സ്വറയും പറഞ്ഞ് വീട്ടിലേക്ക് കടന്നു പോകുന്ന നാടാണ് കേരളം. ഇവിടെ നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ആ വിഷയം ആര് കുത്തിച്ചെലുത്തി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെ എല്ലാ കാലത്തും ഒന്നായി എതിർക്കുന്ന മാനസികാവസ്ഥ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, മലബാറിൻ്റെ വലിയ വലിയ പ്രത്യേകതയാണ്. അപ്പൊ രാഷ്ട്രീയം പറയാൻ കഴിയാത്തവര് എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന് മനുഷ്യരുടെ മുന്നിൽ വന്നു നിന്നിട്ട് എണ്ണി എണ്ണി പറയാലോ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ, എന്തപ്പോൾ പറയാൻ കഴിയാത്തത്? ജനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയവും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ പോകുന്നത് എവിടെയാണ്? ആ പരാജയം അവർ തിരിച്ചറിയുമ്പോൾ അതിനെ മറികടക്കാൻ ഈ പറയുന്ന വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകളുടെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് വെള്ളാപ്പള്ളി പോലും അങ്ങനെ പറയുന്നില്ല, അഭിപ്രായമില്ലവനല്ലേ. സജി ചെറിയാനായാലും വെള്ളാപ്പള്ളിയെ പറയിപ്പിക്കുകയാണ്, എഴുതി കൊടുത്ത് പറയിപ്പിക്കുകയാണ്. താൻ പറയാൻ ആഗ്രഹിക്കുന്നത് താൻ ഇരിക്കുന്ന കസേരയുടെ സാഹചര്യം കൊണ്ട് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അത് പറയിപ്പിക്കുകയാണ്. BJP തന്നെ കേരളത്തിൽ എന്താ പറയുക, അവിടെ രാഷ്ട്രീയത്തിന്റെ ലൈനും കാഴ്ചപ്പാടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വികസിത കേരളത്തെക്കുറിച്ച് BJP ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സംസാരം അങ്ങോട്ട് പോയി. കാരണം കേരളത്തിൽ ഈ പച്ചവർഗീയത പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു മതേതര ഹൈന്ദവനെയും കൂടെ കൂട്ടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ BJP കേരളത്തിന്റെ മാനസികാവസ്ഥക്കനുസരിച്ച് രാഷ്ട്രീയം മാറ്റുമ്പോൾ ഈ പിണറായി മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അത് തന്നെ അവിടെ നടക്കുന്നത്.